ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസമാണ്. 3 ദിവസം കഴിഞ്ഞ് ഞാൻ നേരത്തെ കിടന്നുറങ്ങി, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്ന് പിമ്പിൾസ് എല്ലാം കൂടി. അപ്പം ഇനി രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് സ്കിൻ കെയർ ഒക്കെ, അതുപോലെ തന്നെ ഡയറ്റും 2 ദിവസമായി കണ്ട് ഞാനിപ്പോൾ പുറത്തുനിന്ന് ബാക്കിയുള്ളവർക്ക് ചിലവ് കൊടുത്തുകൊണ്ട് അതിന് കൂടെ തന്നെ ഇപ്പോൾ ഞാൻ കഴിക്കല് അധികം കഴിക്കില്ല, റൈസ് അധികം കഴിക്കില്ല. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് കാലറീസ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ്. ആ പോർഷൻ കൺട്രോൾ അറിയണോണ്ട് കുഴപ്പമില്ല. കഴിഞ്ഞ 2 ദിവസത്തിന്റെ വ്ളോഗ് ആഡ് ചെയ്തിട്ടില്ല, എന്നാൽ എല്ലാ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. സബ് ടൈറ്റിൽ അധികം ഉണ്ടാവില്ല. ഇൻസ്റ്റയിൽ ഇടുന്ന റീൽസ് ഞാൻ ജസ്റ്റ് യൂട്യൂബ് ഷെയർ ചെയ്തതിന് ഷോർട്സ് കണ്ട് ആ ഷോർട്സിന് നമുക്ക് 5K സബ്സ്ക്രൈബേഴ്സ് അയക്കണേ. അപ്പോൾ അതിലെങ്ങനെയെങ്കിലും 90 ദിവസം കൊണ്ട് നമുക്കൊരു 10 million എത്തിക്കുകയാണെങ്കിൽ നമുക്ക് യൂട്യൂബിന് റവന്യൂ കിട്ടാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് പ്രൊഫഷൻ ആക്കി എടുക്കാൻ പറ്റും. ഒരു ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ നിലയ്ക്ക് നമുക്ക് പോകാൻ കഴിയും. അതന്നെ നമ്മുടെ ഗോളും. ഇത്രയും ദിവസം എന്താ ജോബില്ലാത്ത എന്താ വല്ല പണിക്കും പോയിക്കൂടെ പറഞ്ഞ കുറേ പേരുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ള എന്താ വെച്ചാൽ എനിക്ക് ജോബില്ലായിട്ടല്ല, ഞാൻ ട്രെയിനറായി വർക്ക് ചെയ്തായിരുന്നു. ഒരു 1.5 years ഞാനിവിടെ മഞ്ചേരി ജിമ്മിൽ ട്രെയിനറായി വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ പെട്ടെന്ന് ഉമ്മർക്ക് പോയപ്പോൾ അവിടുന്ന് ജിമ്മിൽ നിന്ന് എനിക്ക് ഒരു ഓഫർ കിട്ടി, ഇങ്ങനെ ട്രെയിനറായി നിൽക്കാണ്ട്. അപ്പം അങ്ങനെ ഞാൻ ജിമ്മയിൽ ജോയിൻ ചെയ്തു. അവിടെ 1.5 മാസം വർക്ക് ചെയ്തു. അവിടേക്കാണ് ഞാൻ പോവാണ് വിസ എടുത്തിട്ട്. അപ്പം അതിൻ്റെ ഒരു ലീവിലാണ് ഞാനിപ്പോൾ ഈ ഒരു ട്രിപ്പ് ചെയ്തതും കോമ്പറ്റീഷൻ ചെയ്തതും പൈസ അടിച്ചതും. അപ്പോൾ ഇത് കഴിഞ്ഞ് കാണാൻ ശരിക്കുള്ള ജോബ് എന്താണെന്ന്. പിന്നെ പൈസന്റെ കാര്യം, റിച്ച് ഒന്നുമല്ല ഞാൻ, എന്നിട്ടും ഇല്ല ക്യാഷ് വെച്ചിട്ടാണ് ഞാൻ ഈ ഡയറ്റും കാര്യങ്ങളും മാനേജ് ചെയ്തത്. മാക്സിമം ചുരുക്കിയിട്ട് തന്നെയാണ്. ഇപ്പം ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു മിനിമം ഒരു 6 egg ഒരു ദിവസം കഴിച്ചിട്ടുള്ളൂ. അപ്പം ചിക്കൻ വാങ്ങാതെ വേറെ വഴിയില്ല, അപ്പോൾ ചിക്കൻ വാങ്ങും. പിന്നെ നമുക്ക് ക്യാഷ് എവിടെയെന്ന് വെച്ചാൽ ഞാൻ ഓൺലൈൻ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ട്രെയിനിങ് ആൾക്കാർക്ക് ഈ ഒരു ഡയറ്റിനെ കുറിച്ച് വർക്കൗട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് പുറത്തുള്ള ആൾക്കാർക്ക് കുറേ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. പുറത്ത് ഈ ഒരു വർക്കൗട്ട് എങ്ങനെ ചെയ്യുക, ഇപ്പോൾ ഡയറ്റ് എങ്ങനെ ചെയ്യുക അറിയാത്ത കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ ഓൺലൈനിൽ ചെയ്ത് കൊടുക്കും. അതിനനുസരിച്ച് ഫീസ് വാങ്ങും. ഒരു 1,000-2,000 ഫീസ് വാങ്ങുന്നുണ്ട്. അങ്ങനെയാണ് എൻ്റെ ചിലവൊക്കെ നടന്നു പോയത്. അപ്പോൾ അതിന് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞാൻ ഈ സാധനങ്ങൾ വാങ്ങല്. എന്തായിട്ടൊന്നുമില്ല, ഇല്ല പൈസ വെച്ചിട്ട് നമ്മൾ ചിലവാക്കിയതാണ്. നമുക്ക് എന്താണ് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള കാര്യം, അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഇത് കിട്ടും ചെയ്തു. നമ്മൾ ചീറ്റ് മീൽ വേണ്ട ഓവറായിട്ട് ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. ക്വാണ്ടിറ്റി കുറച്ചാണ്, ജസ്റ്റ് ടേസ്റ്റ് ചെയ്യുക, ആ ലെവലിൽ മാത്രമേ കഴിച്ചു. കാരണം നമ്മൾ ട്രിപ്പ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഇനി നമുക്ക് ട്രിപ്പ് ഉണ്ട്, കേരളം വരുന്നുണ്ട്. എന്നാൽ ഡേറ്റിംഗ് അറിയില്ല, പക്ഷെ എന്നാലും നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് അവിടെ വരെ എത്തിച്ചേർന്നില്ല ഒരു സന്തോഷം ഉണ്ടാവും. മിസ്റ്റർ കേരളക്ക് ഒരു ട്രിപ്പിൻ്റെ ഇടയിൽ സീരീസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സെയിം തന്നെ ഇക്കാരം. അപ്പോൾ പിന്നെ മടുക്കുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ നോക്കട്ടെ. കാരണം ടൈം നല്ലോണം വേണം ഇതിന്. ഒരു 2 hours മേലെ ഞാൻ ഇതിനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. എന്ത് ചെയ്യുമ്പോഴാണ് വീഡിയോ എടുത്ത് കാണുന്നത് ചെയ്യുകയാണ് കുറച്ച് ടാസ്ക്കായ പരിപാടി കണ്ടിട്ട് ഞാൻ ചെയ്യാനുണ്ട്. ഇത് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തു, അതിൻ്റെ റിസൾട്ട് കിട്ടി. എനിക്ക് ചെറിയൊരു മടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ മടിയും കാര്യങ്ങളും മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ഇപ്പോൾ എനിക്കിപ്പോൾ ഇത്. അത് മാത്രമല്ല, ഞാൻ കാരണം കുറേ പേർക്ക് മോട്ടിവേറ്റഡ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷമുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഗോളും ബാക്കിയുള്ളവർ ഇൻസ്പയർ ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ മാക്സിമം ചെയ്യാൻ നോക്കും. എന്തായാലും ഇതുവരെ നമ്മൾ സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ നോക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ കോമ്പറ്റീഷൻ കഴിഞ്ഞതിൻ്റെ ആ ഒരു ഫിസിക്കിൻ്റെ അപ്ഡേറ്റ് ഞാൻ കാണിച്ചു തരാം. ഫിസിക് ഇന്നലെ നമ്മൾ ചെസ്റ്റും ഷോൾഡറും ട്രൈസെപ്സും കളിച്ചു. അപ്പോൾ അതിൻ്റെ പമ്പ് ഉണ്ട്. എന്തായാലും ബോഡി കുറച്ച് കുറഞ്ഞിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾ കാർബ്സ് കുറവാണ്. അതുപോലെ നമ്മളെ വീക്കിൻ്റെ ഡയറ്റാണ് അത്രക്കും നമ്മളെ ഡിപ്ലീറ്റ് ചെയ്ത് കണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കുറവുണ്ട് മസിൽസ്. കാരണം നമുക്ക് ആ ഫുൾ സൈസ് ഇല്ല. ഇപ്പം ഫുൾ സൈസ് ആവണമെങ്കിൽ ഫുൾ കാർബിൽ ഓർഡർ ചെയ്യണം. എന്തായാലും ഇപ്പോഴത്തെ സൈസ് ഇപ്പോൾ ഇതാണ്. ഇപ്പോൾ ഫാറ്റ് ഉണ്ട്. ഈ ഫാറ്റ് നമുക്ക് 2 ആഴ്ച കൊണ്ട് കട്ട് ചെയ്യാൻ നോക്കണം. ഇനി നമ്മൾ ഡയറ്റ് ഫോക്കസ് ചെയ്യാൻ പോവാണ്. എങ്ങനെയെങ്കിലും ഇതൊന്നും കുറച്ചിട്ട് നമുക്ക് കറക്റ്റ് നമ്മൾ ഷേപ്പൊക്കെ വരണം, ഈ ലെവലിൽ വരണം. ആപ്സും ഫ്ലെക്സ് ചെയ്യാൻ കഴിയുന്നില്ല, കാരണം ഭയങ്കര പെയിനാണ്. കാരണം ആ ഒരു കോമ്പറ്റീഷൻ വന്ന് ഞാൻ നിൽക്കാതെ പോസ് ചെയ്ത് നിൽക്കാതെ നമ്മൾ ആപ്സ് ഫ്ലെക്സ് ചെയ്ത് പിടിച്ചിട്ട് നല്ല പെയിൻ ഉണ്ട്. ഫ്ലെക്സ് ചെയ്യാൻ പോലും മതിക്ക് വയ്ക്കുന്നുണ്ടോ, ഫുൾ ഫ്ലെക്സ് ചെയ്യാൻ കഴിയുന്നില്ല. കണ്ടോ, ഇവിടെയൊക്കെ ഗ്യാപ്പ് കൂടി, അതുപോലെ ഉള്ളിൽ അകത്തുനിന്നൊക്കെ കുറച്ച് കട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം അതൊക്കെ മാറുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് ഫ്ലെക്സ് ചെയ്ത് നോക്കാം. ഈ ലെവലിൽ വേദനിച്ചിട്ടും പിടിച്ചിട്ട് നിൽക്കുകയാണ് ഞാൻ. സ്റ്റേജിൽ കയറിയപ്പോൾ മൂവ് തേക്കുമെന്ന് വെച്ചാൽ ക്രാംസ് വരാക്കാൻ വേണ്ടിയിട്ടാണ്, ക്രാംസ് വന്നാൽ അറിയാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അന്ന് നമ്മൾ കോമ്പറ്റീഷൻ കയറിയപ്പോൾ ഞാൻ മൂവ് തേക്കാൻ മറന്നു, അതായത് ഇവിടെ തേച്ചിട്ടില്ല. പക്ഷെ നമ്മൾ കയറി ഫ്ലെക്സ് ചെയ്ത് അപ്പം എനിക്ക് പെട്ടെന്ന് കൊളുത്തി. എന്നിട്ട് ഞാൻ നല്ലോണം വലിയിച്ചിട്ടാണ് നമ്മൾ ആ പോസ്റ്റിംഗ് ഫുള്ള് ചെയ്തത്. പിന്നെ എനിക്ക് ഈ ഒരു സൈഡ് ഈ റൊബ്ലിക്സ് ഫ്ലെക്സ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു, തീരെ കണ്ടിട്ടില്ലായിരുന്നു. അതായത് ഞാൻ ഈ ലെവലിലാണ് ചെയ്യുന്നത്, ഫ്ലെക്സ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് പോസ്റ്റിംഗ് ഒക്കെ മാറ്റിയിട്ട് ഞാൻ ഫ്ലെക്സ് ചെയ്യാൻ പഠിച്ചുകൊണ്ട് വരാനാണോ, ഏകദേശം റെഡി ആയി വരുന്നുണ്ട്. അതൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് കണ്ട് വേണം നമുക്ക് ഇനി കോമ്പറ്റീഷൻ ഇറങ്ങാൻ. നേരത്തെ ഇറങ്ങിയ പോലെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് കിട്ടില്ല. നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ്സ് വരുത്താനുണ്ട്. ബാക്ക് പോസ്റ്റ് വേറെ മിസ്റ്റേക്ക് ഉണ്ടായി. ബാക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഈ ലെവലിൽ സ്ക്വീസ് ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ ലെവലിൽ നിൽക്കണേ പറഞ്ഞ് ഞാൻ എന്ത് കാട്ടി, ഞാൻ ഈ റൈഡൽട്ട് സ്ക്വീസ് ചെയ്യാൻ വേണ്ടി ബാക്ക് ഇങ്ങനെ ഒന്ന് തള്ളിക്കൊടുത്തു.
ഞാൻ തള്ളി കൊടുത്തപ്പോൾ എന്തായി, ഇത് ചെറുതായി. ശരിക്കും നമുക്ക് ഇത് വിരിയിച്ചിട്ട് തന്നെ നമുക്ക് ഇത് തള്ളനായിരുന്നു. ഞാൻ രണ്ട് നോക്കാതെ ഒന്ന് മാത്രം ഫോക്കസ് ചെയ്തപ്പോൾ എന്തായി, നമ്മളെ ബാക്ക് പോസ് പാളിപ്പോയി. അതിനൊക്കെ നമുക്ക് മാർക്ക് പോയി. അല്ലെങ്കിൽ നമുക്ക് ഇനിയും ബെറ്റർ റിസൾട്ട് പ്രതീക്ഷിക്കായിരുന്നു, ടൈറ്റിലൊക്കെ പ്രതീക്ഷിക്കായിരുന്നു നമുക്ക്. പക്ഷെ അതൊക്കെ പോയി. കുഴപ്പമില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാം. എന്തായാലും നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് കണ്ടേ മാറുന്നുള്ളൂ. അടുത്തതിൽ മാക്സിമം നമ്മളെ ഹൈറ്റ് ചെറുതാണെങ്കിൽ ഇതുകൂടി പോകണം. ഇത് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ചെറുതാവും നമ്മളെ വേസ്റ്റ്. ജസ്റ്റ് ഒരു കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോ.